Okay, so hi, hello everyone, welcome back to Newtons. Okay, so നമുക്ക് നാളെ ഇനി ഇംഗ്ലീഷിന്റെ എക്സാം ആണ് 7th ക്ലാസ്സിന്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം നമ്മൾ തേർഡ് യൂണിറ്റും ഫോർത്ത് യൂണിറ്റുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ തേർഡ് യൂണിറ്റിലും ഫോർത്ത് യൂണിറ്റിലും ആയിട്ട് നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള വളരെ ഈസി ആയിട്ടുള്ള ഡിസ്കോഴ്സസ്, വളരെ ഷുവർ ഷൗട്ട് ആയിട്ടുള്ള ഡിസ്കോഴ്സസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫെർദർ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്കോഴ്സസിലോട്ട് പോവാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ എല്ലാവരും ഫയർ ഇമോജി ഒന്ന് ഇട്ടേ ചാറ്റ് ബോക്സിൽ. ഓക്കെ, സോ എല്ലാവരും റെഡി ആണെങ്കിൽ ഫയർ ഇമോജി ഒന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലൈവിലോട്ട് പോവാം. സോ വെൽക്കം ടു ആർ ഇംഗ്ലീഷ് ലൈവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫെർദർ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇനി കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ നോക്കാം. ഏതൊരു എക്സാം ആയാലും നമുക്ക് ഏറ്റവും ആദ്യം ഒരു അൺസീൻ പാസേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പാസേജ് അവർ എന്ത് ചെയ്യും, അവർ നമുക്ക് തരും. എന്നിട്ട് അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കും. സോ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരഗ്രാഫ് വായിക്കുക, കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം കിട്ടുന്ന ഐഡിയ വെച്ചിട്ട് ആൻസർ എഴുതുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും ഇവിടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ആൻസർ എന്താണ്, ബിക്കോസ് പാരഗ്രാഫ് ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ജസ്റ്റ് ആൻസർ അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ പാരഗ്രാഫ് അല്ല, നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഋത്തിക പറയാണ്, മോം വൈ ഡു യു ഓൾവേസ് ടെൽ മീ ടു റീഡ് മോർ ബുക്സ്? അപ്പൊ അമ്മ പറയാണ്, സ്വീറ്റ് ഹാർട്ട്, റീഡിങ് ഈസ് ലൈക്ക് എക്സസൈസിങ് യുവർ ബ്രെയിൻ. It improves your imagination, helps you learn new things and make you smarter. Ritika is telling, but sometimes I don't know what to read. എനിക്ക് ചില സമയത്ത് അറിയില്ല എന്താണ് വായിക്കേണ്ടതെന്ന്. അപ്പൊ അമ്മ പറയാണ്, ഇറ്റ്സ് ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ടോപ്പിക്സ് യു എൻജോയ്. നിനക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് നീ തുടങ്ങുക. ഡു യു ലൈക്ക് അഡ്വഞ്ചേഴ്സ്, ഫെയറി ടെയിൽസ് ഓർ സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ്? നിനക്ക് എന്താണ് ഇഷ്ടം? അഡ്വഞ്ചർ സ്റ്റോറീസ് ആണോ ഇഷ്ടം, ഫെയറി ടെയിൽസ് ആണോ ഇഷ്ടം, അതോ മൃഗങ്ങളെ പറ്റിയുള്ള സ്റ്റോറീസ് ആണോ ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഋത്തിക പറയണ, ഐ ലൈക്ക് അഡ്വഞ്ചർ സ്റ്റോറീസ്, എനിക്ക് അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ് ഇഷ്ടം എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയാണ്, പെർഫെക്റ്റ്, അടിപൊളി, വി കൻ പിക്ക് സം എക്സൈറ്റിംഗ് അഡ്വഞ്ചർ ബുക്സ്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് അഡ്വഞ്ചർ ബുക്സ് വാങ്ങാം എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, യു വിൽ സീ ഹൗ ഫൺ റീഡിങ് ക്യാൻ ബി വെൻ യു ചൂസ് സംതിങ് യു ലവ്. ഓക്കെ, നിനക്ക് മനസ്സിലാകും, അതായത് റീഡിങ് എന്ന് പറയുന്ന സാധനം എത്രത്തോളം രസകരമാണെന്ന് നിനക്ക് മനസ്സിലാകും. നിനക്ക് ഇഷ്ടമുള്ള കാര്യം നീ വായിക്കുമ്പോൾ റീഡിങ് എന്ന് പറയുന്നത് വളരെയധികം രസകരമായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് മദർ പറയാണ്. അപ്പോൾ ഋത്തിക പറയാണ്, ബട്ട് ഐ കാൺട്ട് കോൺസെൻട്രേറ്റ് ഓൺ റീഡിങ്. പക്ഷെ എത്ര ശ്രമിച്ചാലും എനിക്ക് അത് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്ന് പറയാണ്. അപ്പൊ മദർ പറയാണ്, ദാറ്റ് ഹാപ്പൻസ്, പോട്ടെ മോളെ, അത് സംഭവിക്കാറുണ്ട് എന്ന് പറയാണ്. ട്രൈ റീഡിങ് ഇൻ എ ക്വയറ്റ് പ്ലേസ്. നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വായിക്കാൻ ശ്രമിക്കുക എന്ന് പറയാണ്. വിത്തൗട്ട് ടി വി ഓർ മൊബൈൽ ഫോൺ അറൗണ്ട്. അതായത് ടി വി മൊബൈൽ ഫോണും അടുത്തില്ലാത്ത സമയത്ത് നീ വായിക്കാൻ ശ്രമിക്കുക എന്ന് പറയാണ്. ഇനി നോക്കിക്കേ, വാട്ട് അബൌട്ട് ഹാവിങ് എ റീഡിംഗ് കോർണർ ഇൻ യുവർ റൂം? ഓക്കെ, ഇത് നിന്റെ റൂമിൽ തന്നെ ഒരു റീഡിംഗ് കോർണർ ഉണ്ടാക്കിയാൽ അത് കുറച്ചുകൂടെ രസകരമായിരിക്കൂലേ എന്ന് അമ്മ മകളോട് ചോദിക്കുകയാണ്. ഋത്തിക പറയാണ്, ദാറ്റ് സൗണ്ട്സ് നൈസ്, ഓ അത് അടിപൊളിയാണ് അമ്മ എന്ന് പറയാണ്. അപ്പൊ മദർ പറയാണ്, ഓൾസോ ലെറ്റ് സ്റ്റാർട്ട് എ റെഗുലർ ടൈം ഫോർ റീഡിംഗ്, മേ ബി ബിഫോർ ബെഡ് ടൈം ഓർ ആഫ്റ്റർ സ്കൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് എല്ലാവരും പെർഫെക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് റെഗുലർ ടൈം സെറ്റ് ചെയ്യാം. അതായത് വായിക്കാൻ വേണ്ടി ഈ സമയത്ത് എന്തൊക്കെയായാലും ഋത്തിക വായിക്കണം എന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, അപ്പൊ ഋത്തിക പറയണ, ഐ ലൈക്ക് ദി ഐഡിയ ഓഫ് റീഡിംഗ് ബിഫോർ ഗോയിങ് ടു ബെഡ്. ഉറങ്ങണയിൽ മുമ്പ് ഞാൻ വായിച്ചോളാം, ഇറ്റ് വിൽ മേക്ക് മീ ഫീൽ റിലാക്സ്ഡ്. എന്തായാലും എനിക്ക് അപ്പോൾ റിലാക്സേഷനോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് ഋത്തിക പറയും. നമ്മുടെ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ കോൺവെർസേഷൻ വായിച്ചപ്പോൾ നമുക്കറിയാം, നമ്മളിത് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടില്ല, നമ്മളിത് ക്ലാസ്സുകളിൽ എഴുതിയിട്ടില്ല. നമ്മുടെ സിലബസിന് പുറമെ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാസേജ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ പാസേജിൽ നിന്ന് നമ്മൾ ആൻസേഴ്സ് എഴുതണം. ഇപ്പൊ നമ്മൾ നല്ലൊരു കഥയിലൂടെയാണ് ഈ ചാപ്റ്റർ വായിച്ചു പോയത്, അല്ലെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ വായിച്ചു പോയത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ടൈപ്പ് ഓഫ് ബുക്സ് ഡസ് ഋത്തിക ലൈക്ക്? ഋത്തികയ്ക്ക് ഇഷ്ടമുള്ള ബുക്സ് ഏതൊക്കെയാണ്? ഫെയറി ടെയിൽസ്, അഡ്വഞ്ചർ, സ്റ്റോറി അബൌട്ട് ആനിമൽസ്, ഫിക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, അഡ്വഞ്ചർ സ്റ്റോറിയാണ് ഋത്തികയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കറക്റ്റ് ആയിട്ട് ഋത്തിക എന്ത് ചെയ്യുന്നുണ്ട്, ഋത്തിക പറയുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, വൈ ഡസ് മദർ എൻകറേജ് ഋത്തിക ടു റീഡ് ബുക്സ്? എന്തിനാണ് അമ്മ ഋത്തികനെ ആ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നത്, അതായത് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ബുക്ക് വായിക്കാൻ നല്ലതാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയാണോ? അല്ല.
പിന്നെന്താണ്? ടു റെഡ്യൂസ് ഹെർ സ്ക്രീൻ ടൈം, മൊബൈൽ യൂസ് ചെയ്യൽ കുറയ്ക്കാനാണോ? അതുമല്ല. ടു കീപ് ഹെർ ബിസി, വേറെ കാര്യങ്ങളിൽ ബിസി ആക്കി വെക്കാനാണ്? അതുമല്ല. ടു മേക്ക് ഹെർ സ്മാർട്ടർ ആൻഡ് ഇമാജിനേറ്റീവ്, അതായത് അത് സത്യമാണ്. ആക്ച്വലി നമ്മൾ നല്ലോണം ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ഇമാജിനേഷൻ സ്കില്ല് കിട്ടും അല്ലെ. ബുക്കുകളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതാണ് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ അതിപ്പോ ഏതൊരു ലാംഗ്വേജ് സബ്ജക്റ്റ് ആയാലും ഏതൊരു സയൻസ് സബ്ജക്ട് സോഷ്യൽ ആയാലും വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ അറിവ് അധികം നേടാൻ പറ്റും എന്നുള്ള കാര്യം ആവർത്തിച്ച് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ നോക്കിക്ക് ആൻസർ ആണ് ടു മേക്ക് ഹെർ സ്മാർട്ടർ ആൻഡ് ഇമാജിനേറ്റീവ്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് സജഷൻസ് ഡസ് മദർ ഗിവ് ഋത്തിക ടു കോൺസെൻട്രേറ്റ് ഓൺ റീഡിംഗ്? എന്തൊക്കെ സജഷൻസ് ആണ് കൊടുത്തത് നമുക്ക് നോക്കാം. റീഡ് ഡ്യൂറിംഗ് സ്കൂൾ അവേഴ്സ്, read in a quiet place without TV or mobile phones, listen to music while reading, read only during weekends. ഇതിന്റെ ആൻസർ എന്താണ്? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. ഇതിന്റെ ആൻസർ ABCD എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം? ഓക്കെ, യെസ്, എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. യെസ്, ഇതിന്റെ ആൻസർ വരുന്നത് വേറൊന്നുമല്ല, ബി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. റീഡ് ഇൻ ക്വയറ്റ് പ്ലേസ് വിത്തൗട്ട് TV ഓർ മൊബൈൽ ഫോൺസ്. ഓക്കെ, സിമ്പിൾ ആണ്. വൺസ് നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ച് കിട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, വാട്ട് ടൈം ഡസ് ഡോട്ടർ പ്രിഫർ ഫോർ റീഡിംഗ്? മകൾ ഏത് സമയമാണ് ചൂസ്? അമ്മ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഉറങ്ങാൻ പോണതിന് മുമ്പ്. ഈ രണ്ട് എക്സ്ട്രാക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? അമ്മ മകൾക്ക് ഒരു സജഷൻ പോലെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിൽ മോള്, അതായത് ഋത്തിക ചൂസ് ചെയ്യുന്ന സെലക്ഷൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഏതാണ്? യെസ്, ബിഫോർ ബെഡ്, അതായത് ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ് ഋത്തിക ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദി അബവ് കോൺവെർസേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്? 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതോ ഒരെണ്ണം തെറ്റാണ്. അത് ഏതാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. റീഡിംഗ് ഈസ് ലൈക്ക് എക്സസൈസിങ് അവർ ബ്രെയിൻ. സെറ്റിംഗ് എ റെഗുലർ ടൈം ഫോർ റീഡിംഗ് ഇസ് ഗുഡ്. റീഡിംഗ് ബുക്ക് ഇസ് ഓൺലി ഫോർ ടൈം പാസ്. TV ആൻഡ് മൊബൈൽ ഫോൺ ഡീവിയേറ്റ്സ് അവർ അറ്റൻഷൻ ഫ്രം റീഡിംഗ്. സോ നമുക്കറിയാം ഇതിലത്തെ സി ഓപ്ഷൻ ആയ റീഡിംഗ് ബുക്ക് ഇസ് ഓൺലി ഫോർ ടൈം പാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് പൊട്ടത്തെറ്റാണ് അല്ലെ. നമ്മളിപ്പോൾ ഇത്രയും നേരം ഈ ചാപ്റ്ററിലൂടെ പഠിച്ചു വന്നൊരു കാര്യം എന്താണ്? വായന എന്ന് പറയുന്നത് അത്രയും നല്ലൊരു കാര്യമാണെന്നാണ് നമ്മൾ ഇപ്പൊ നോക്കിയാൽ നമ്മൾ പഠിച്ച് സീക്വൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു വന്ന എന്താണ്? യെസ്, റീഡിംഗ് ബുക്സ് ഇസ് ഓൺലി ഫോർ ടൈം പാസ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. അമ്മ എപ്പോഴും ഋത്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? എത്ര വായിക്കുന്നോ അത്രയും നല്ലത് എന്നുള്ള കാര്യമാണ് അമ്മ ഋത്തികയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ, ഹെലൻ കെല്ലറിന്റെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ചാപ്റ്റർ യൂണിറ്റ് 2 അവസാനമാണ് ആ ചാപ്റ്റർ വരുന്നത്. പക്ഷെ കഴിഞ്ഞ എക്സാമിന് ആ ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ഹെലൻ കെല്ലർ ഇൻ യുവർ ലൈഫ്, വാട്ട് ആർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വുഡ് ആസ്ക് ഹർ? ഫ്രെയിം 5 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഹെലൻ കെല്ലറിനെ കുറെ നാളുകൾക്ക് ശേഷം, അതായത് ഒരു ചാൻസ് കിട്ടി, അത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഹെലൻ കെല്ലറിനോട് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ഡു യു റിമെമ്പർ എവറിത്തിങ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ് സോ വിവിഡ്ലി? വിവിഡ്ലി എന്ന് പറയാൻ ഇത്ര അടിപൊളിയായിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഓരോ ഇൻസിഡൻസും ഓർക്കുന്നു എന്ന് ചോദിക്കുകയാണ്. കുഡ് യു ടെൽ മീ അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്? നിങ്ങളുടെ ബാല്യകാലത്തിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഹു ഈസ് യുവർ റോൾ മോഡൽ ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? ഓക്കെ, ഹൗ ഡിഡ് യു ബിക്കം എ വെൽ നോൺ റൈറ്റർ? ഇത്രയും അടിപൊളിയായിട്ട് റൈറ്റർ നിങ്ങൾ എങ്ങനെയായി എന്ന് ചോദിക്കുകയാണ്. വാട്ട് വാസ് യുവർ ഡ്രീം ഇൻ ചൈൽഡ്ഹുഡ്? ചെറുപ്പകാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ്? എന്താവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സക്സസ്? നിങ്ങളുടെ സക്സസിന്റെ ബിഹൈൻഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഒരു ഹയർ പൊസിഷൻ, അത്രയും നല്ലൊരു നോളജബിൾ പേഴ്സൺ ആയിട്ട് മാറി. ഡെഫുമാണ് ഡെംപുമാണ് അല്ലെ, കേൾക്കാനും പറ്റില്ല കാണാനും പറ്റില്ല. ഡെഫുമാണ് ബ്ലൈൻഡുമാണ്. സോറി, ഡെംപ് എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, സോ ഷീ ഈസ് ബ്ലൈൻഡ് ആൻഡ് ഡെഫ് as well. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എങ്ങനെ ഇത്രയും വലിയൊരു നോളജബിൾ പേഴ്സൺ ആയിട്ട് മാറി, എങ്ങനെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് മാറി എന്ന് ചോദിക്കുകയാണ്. ഇനി അടുത്ത് നോക്കിയേ, വാട്ട് വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? അത് ഏതൊരു ഇന്റർവ്യൂവിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഹു ഇസ് ദ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടർ ഇൻ യുവർ ലൈഫ്? അതും കോമൺ ക്വസ്റ്റൻ ആണ്. ആരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമുക്കറിയാം ടീച്ചറിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ, ആൻസർ ലീവിനെ പറ്റി പറയുന്നുണ്ട്. ഷീ ഈസ് വെരി ഗുഡ്, നല്ലൊരു ടീച്ചറാണ്.
നമ്മുടെ ഹെലൻ കെല്ലർ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ടീച്ചർ കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത് നോക്കിയാൽ വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് യു ഫേസ്ഡ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ചുകൾ എന്തൊക്കെ? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഏതൊരു 5 ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടി. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാറ്റ് ഇസ് യെസ്. നോക്കിയേ, അടുത്തൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ഇന്റർവ്യൂ സം ലോക്കൽ സ്പോർട്സ് പേഴ്സണാലിറ്റി. അപ്പൊ ഇനി എൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലിട്ട് ക്രിക്കറ്റിനെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലേ, ആ ചാപ്റ്ററിന്റെ പേര് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ എന്താണ് ക്രിക്കറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിന്റെ പേര് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇമാജിൻ, ചിന്തിക്കുക, യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്റർവ്യൂ സം ലോക്കൽ പേഴ്സണാലിറ്റീസ്, സ്പോർട്സ് പേഴ്സണാലിറ്റീസ്. അതായത് നിങ്ങളുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റിനെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടി. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ആസ്ക് ദം? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചോദിക്കുക? ഓക്കെ, about their journey, challenges, etc. എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും? അവരുടെ ജേർണി, ചാലഞ്ചസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ചോദിക്കുക എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ എന്ത് ചെയ്യുക, ചോദിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഹു ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് പ്ലേയിങ് സ്പോർട്സ്? ഈ ഒരു സ്പോർട്സ്, ഈ ഒരു കളി അല്ലെങ്കിൽ ഈ ഒരു ഗെയിം നിങ്ങളെ കളിക്കാൻ വേണ്ടി ആരാണ് ഇൻസ്പയർ ചെയ്തത്? ഇപ്പൊ എല്ലാവരും തുടക്കം തുടങ്ങി കളിക്കുന്ന ആൾക്കാരായിരിക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഏതെങ്കിലും പ്ലെയേഴ്സിനെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹു ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് പ്ലേയിങ് സ്പോർട്സ്? വാട്ട് ചാലഞ്ചസ് ഡിഡ് യു ഫേസ് വൈൽ ട്രൈയിങ് ടു പ്ലേ? ഓക്കെ, ട്രൈയിങ് ടു പ്ലേ. ഓക്കെ, എന്തൊക്കെ ചാലഞ്ചുകളാണ് നിങ്ങൾക്ക് കളിക്കുന്ന സമയത്ത് നേരിടേണ്ടി വന്നത്? ഹൗ ഡു യു സ്റ്റേ മോട്ടിവേറ്റഡ് ഡ്യൂറിങ് ടഫ് ടൈംസ്? ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെ അത്രയും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യം. വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു ദ യങ് അത്ലീറ്റ് ഹു വാണ്ട് ടു സക്സീഡ് ഇൻ സ്പോർട്സ്? അതായത് കളിയിൽ, സ്പോർട്സിൽ ഇനിയും ഒരു ഉയരത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ള യുവജനങ്ങളോട് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെന്റ് from your career that made you so proud? Okay, അതായത് നിങ്ങളെ വളരെയധികം പ്രൗഡ് ആക്കിയ എന്തെങ്കിലും മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ഹൗ ഡു യു ബാലൻസ് ട്രെയിനിങ്, കോമ്പറ്റീഷൻ ആൻഡ് പേഴ്സണൽ ലൈഫ്? ട്രെയിനിങ്, കോമ്പറ്റീഷൻ, പേഴ്സണൽ ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഹു ഹാസ് ബീൻ യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ, മെന്റർ ഇൻ യുവർ കരിയർ? ആരായിരുന്നു നിങ്ങളുടെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ? നിങ്ങളെ സപ്പോർട്ട് ചെയ്ത വ്യക്തി ആരായിരുന്നു എന്ന് ചോദിക്കുകയാണ്. മെന്റർ, നിങ്ങൾ ഏറ്റവും കൂടുതൽ മെന്റർ എന്ന് പറഞ്ഞ ഒരു ടീച്ചറെ അല്ലെങ്കിൽ ഒരു കോച്ചിനെയാണ് ഇവിടെ മെന്റർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരായിരുന്നു ഏറ്റവും വലിയൊരു മെന്റർ നിങ്ങളുടെ ലൈഫിൽ എന്ന് ചോദിക്കുകയാണ്. ഹൗ ഡു യു ഹാൻഡിൽ കോമ്പറ്റീഷൻ ആൻഡ് പ്രഷർ ഡ്യൂറിങ് ഇമ്പോർട്ടൻറ്റ് മാച്ചസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചുകളിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? വാട്ട് സ്കിൽസ് ഡു യു തിങ്ക് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ സക്സസ്? വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ്, സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. വാട്ട് റോൾ ഡസ് ടീം പ്ലേ ഇൻ യുവർ ടീം വർക്ക് പ്ലേ ഇൻ യുവർ സ്പോർട്സ്? നിങ്ങളുടെ കളിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് ആണെങ്കിൽ ടീം വർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ചോദ്യം. അതിപ്പോൾ ഏതൊരു ഗ്രൂപ്പ് ഗെയിം ആയാലും ടീം വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. ദ നെക്സ്റ്റ് ഡിസ്കോഴ്സസ് ക്യാരക്ടർ സ്കെച്ച്. ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഇതിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത് നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ട് നമ്മുടെ ചാപ്റ്റർ അല്ലെ രഞ്ജീസ് മാജിക് ബാറ്റിലെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരെണ്ണം രഞ്ജിയാണ്, രണ്ടാമത്തെ ആരാണ്? മിസ്റ്റർ കുമാർ. ഇനി അത് കഴിഞ്ഞിട്ട് എക്സാമിന് ചോദിച്ചു കാണുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടോ ചാനിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കുറച്ച് ഹിന്റും കാര്യങ്ങളൊക്കെ തന്നിട്ട്. അപ്പൊ നമുക്ക് ഇനി ക്യാരക്ടർ സ്കെച്ചിലോട്ട് പോകാം. ആദ്യം നമുക്ക് രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. സോ രഞ്ജി ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാരണം വാണ്ട്സ് ടു ബി എ ഗ്രേറ്റ് പ്ലെയർ. വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു കളിക്കാരനാവാൻ ആഗ്രഹമുള്ള ഒരാളാണ് രഞ്ജി. അറ്റ് ഫസ്റ്റ് തുടക്കത്തിൽ എന്താണ്, ഹി ലാക്സ് കോൺഫിഡൻസ് ഇൻ ഹിസ് എബിലിറ്റി. തുടക്കത്തിൽ തനിക്കുള്ള ക്വാളിറ്റീസ്, തനിക്കുള്ള കഴിവുകളെ ഒന്ന് ഡൗട്ട് ചെയ്തിരുന്നു. ശരിക്കും എനിക്ക് ആ കഴിവുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉള്ളിൽ വരുമായിരുന്നു. When he receives an old bat from Mr. Kumar, which is said to be magical.
ഓക്കെ, എപ്പോഴാണ് അവന്റെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആയത്? യെസ്, താൻ എന്നും കളി കഴിഞ്ഞു പോകുന്ന മിസ്റ്റർ കുമാറിന് ഒരു സ്പോർട്സ് ഷോപ്പ് ഉണ്ടല്ലേ. സോ അതിനകത്ത് മിസ്റ്റർ കുമാറിനോട് പോയി സങ്കടങ്ങൾ പറയുമ്പോൾ ഏറ്റവും അടിയിൽ ബേസ്മെന്റിൽ ഒരു വളരെയധികം പഴക്കമുള്ള സാധനങ്ങൾ വെക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇത് മാജിക് ബാറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലേ. സോ അങ്ങനെയാണ് ഇത് മാജിക്കൽ ആണെന്ന് പറയുമ്പോഴാണ് പിന്നീട് അവന് ആ ഒരു കോൺഫിഡൻസ് വന്നത്, നല്ലോണം സ്കോർ ചെയ്യുന്നത് ഫർദർ അങ്ങോട്ടുള്ള മാച്ചുകളിലെല്ലാം. Later he loses the bat when he was busy with helping his friends. അതായത് തന്റെ കൂട്ടുകാരന് തന്റെ കൂട്ടുകാരൻ എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ആ കൂട്ടുകാരനെ സഹായിക്കുന്നതിന്റെ ഇടയിൽ അതിന്റെ ഒരു തത്രപ്പാടിൽ എന്താണ് ആ ഒരു ബാറ്റ് അവിടെ മിസ് ഔട്ട് ആയി പോകുന്നുണ്ടല്ലേ. സോ ആ ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഹി ഈസ് വെരി ഹംബിൾ, ഭയങ്കര പാവാണ് അല്ലെ. ആൻഡ് നെവർ ബൂസ്റ്റ് അബൌട്ട് ഹിസ് എബിലിറ്റീസ്, അബൌട്ട് ഹിസ് സ്കിൽസ്. തന്റെ ഉള്ളിലുള്ള സ്കിൽസിനെ പറ്റി ഒരിക്കലും ഇങ്ങനെ വായ തുറന്നലിച്ച് ഇങ്ങനെ പറയാറില്ല എന്നാണ് പറയുന്നത്. രഞ്ജി ഈസ് വെരി കൈൻഡ്, ഭയങ്കര കൈൻഡ് ആണ്. ആൻഡ് ഫ്രണ്ട്ലി ടുവേർഡ്സ് ഹിസ് ടീംമേറ്റ്സ്, തന്റെ ടീംമേറ്റ്സിനോട് ഭയങ്കര അധികം ഫ്രണ്ട്ലിയും കൂടി ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ രഞ്ജി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഹി ഹെൽപ്സ് ദം വെനെവർ ദേ ആർ ഇൻ നീഡ്. അതായത് തന്റെ ഒരു കൂട്ടുകാരന് വയ്യാണ്ടായിട്ട് പോലും ബാറ്റ് പോലും ഉപേക്ഷിച്ചിട്ടാണ് അതിന്റെ കൂടെ സഹായിക്കാനായിട്ട് പോയത്. അതായത് താൻ എപ്പോഴും സഹായിക്കും, തനിക്ക് പറ്റുമ്പോഴേക്ക് താൻ സഹായിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ലേറ്റർ ഹി ലൂസസ്, അതായത് തന്റെ ബാറ്റ് പോയതിനു ശേഷം നമ്മുടെ രഞ്ജിക്ക് ആ ഒരു കോൺഫിഡൻസ് തിരിച്ചില്ല. പക്ഷെ എന്താണ് മിസ്റ്റർ കുമാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബാറ്റ് ഹാസ് ഓൺലി മാജിക് വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. ആ ഒരു കളിക്കുന്ന ബാറ്റിന് മാജിക് ഉണ്ടെങ്കിൽ ബാറ്റ്സ്മാൻ, അതായത് ബാറ്റ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു കഴിവും മാജിക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാറ്റിന് മാജിക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ രഞ്ജിക്ക് മനസ്സിലായി, യെസ്, ബാറ്റിന്റെ കഴിവല്ല, ഇത് എന്റെ കഴിവ് കൊണ്ടാണ് ഇത്രയും നാള് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു മാച്ചുകൾ ജയിച്ചു വന്നത്. അങ്ങനെ നോക്കിയ രഞ്ജി ഈസ് വെരി അംബിഷ്യസ് ആൻഡ് ഹാർഡ് വർക്കിംഗ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ, ഭയങ്കര അംബിഷ്യസ് ആണ്. അതായത് എത്തണം, എനിക്ക് ഇന്ന പോയിന്റിൽ എത്തണം എന്ന് കരുതലുള്ള ഒരാളും കൂടിയാണ് രഞ്ജി. ഹി ഈസ് ഓൾവേസ് റെഡി ടു ഫേസ് ചാലഞ്ചസ്, എപ്പോഴും പുതിയ പുതിയ ചാലഞ്ചുകൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആരാണ് നമ്മുടെ രഞ്ജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മിസ്റ്റർ കുമാറിന്റെ ക്യാരക്ടർ സ്കെച്ച്. വളരെ ഈസിയാണ്, നമുക്ക് നോക്കാം. മിസ്റ്റർ കുമാർ ഈസ് ആൻ എൻകറേജിങ് ആൻഡ് ജനറസ് പേഴ്സൺ. ഭയങ്കര എൻകറേജിങ് ആണ്, അതായത് നിനക്ക് പറ്റും എന്നൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം കഴിവുള്ള ഒരാളാണ് നമ്മുടെ മിസ്റ്റർ കുമാർ. ഓക്കെ, സോ മിസ്റ്റർ കുമാർ വാസ് എ സ്റ്റേറ്റ് പ്ലെയർ വൺസ് ആൻഡ് ഹി ഹാഡ് സ്കോർഡ് എ സെഞ്ചുറി ടു എ മാച്ച് അഗെയിൻസ്റ്റ് തൻസാനിയ. തൻസാനിയയുടെ കൂടെ കളിച്ചിട്ട് ഒരു സെഞ്ചുറി അടക്കം അടിച്ച ഒരാളാണ് നമ്മുടെ മിസ്റ്റർ കുമാർ. സോ ഹി വാസ് എ സ്റ്റേറ്റ് പ്ലെയർ. സോ വെൻ രഞ്ജി ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഹിംസെൽഫ്, അതായത് രഞ്ജിക്ക് തന്റെ ഉള്ളിലുള്ള ക്വാളിറ്റീസിനോട് ഡൗട്ട് തോന്നിയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്, ഒരു മാജിക് ബാറ്റ് കൊടുത്തു അല്ലെ. നോക്കിയേ, എ ബാറ്റ് ഹാസ് മാജിക്. നോക്കി എന്നിട്ട് പറയുന്നുണ്ട്, നോക്കിയേ, ഹി ഗേവ് ഹിം എ മാജിക് ബാറ്റ്. നോക്കിയേ, ആൻഡ് നോക്കിയേ, ബട്ട് വെൻ രഞ്ജി ലോസ്റ്റ് ഇറ്റ്, പക്ഷെ അറിയാണ്ട് രഞ്ജിയുടെ കയ്യിൽ നിന്ന് അത് കാണാണ്ടായി പോയപ്പോൾ എന്താണ്, ഹി മെയ്ഡ് ഹിം റിയലൈസ്, അത് മനസ്സിലാക്കി കൊടുത്തു. എന്താണ്, എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. ഒരു ബാറ്റ്മാന് കഴിവുള്ളത് എപ്പോഴാണ്, ഒരു ബാറ്റ്മാന് കഴിവ് എപ്പോഴായിരിക്കും വരുന്നത്, ഒരു ബാറ്റ്സ്മാന് കഴിവുണ്ടെങ്കിൽ, ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബാറ്റ്സ്മാൻ അല്ല ആ ഒരു ബാറ്റിന് അവിടെ ആ ഒരു പവർ കിട്ടുള്ളൂ. ഹി ഈസ് വെരി ഫ്രണ്ട്ലി, ഭയങ്കര ഫ്രണ്ട്ലി ആണ് ടുവേർഡ്സ് രഞ്ജിനോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരാളാണ്. ആൻഡ് മോട്ടിവേറ്റ്സ് ഹിം, എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ്, ഇനിയും നല്ല കാര്യങ്ങളിലേക്ക് പോകണം, ഇനിയും നല്ലത് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹി ഈസ് വെരി ഫ്രണ്ട്ലി. ഓക്കെ, ആൻഡ് ദെൻ യു ക്യാൻ സീ എന്താണ്, ഹി ബിലീവ്സ് ഇൻ രഞ്ജി ആൻഡ് ബൂസ്റ്റ് ഹിസ് സെൽഫ് കോൺഫിഡൻസ്. വളരെയധികം രഞ്ജിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തന്റെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം മിസ്റ്റർ കുമാർ നമ്മുടെ രഞ്ജിനെ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എന്താണ് ഈ ക്യാരക്ടർ സ്കെച്ചിലൂടെ വ്യക്തമാണ്. ഇനി അടുത്തയിലോട്ട് പോവുകയാണെങ്കിൽ ടോട്ടോ ചാനിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി നമുക്ക് കുറച്ച് ഹിന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹിന്റ് വായിക്കുക, ഹിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ക്യാരക്ടർ സ്കെച്ച് ടോട്ടോ ചാനിനെ ബേസ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള പോർഷൻ ആണ്. ടോട്ടോ ചാൻ was a very special child. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു ചൈൽഡ് ആയിരുന്നു. Some instances from her stories are given below. ചില കാര്യങ്ങൾ ടോട്ടോ ചാനെ ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ക്യാരക്ടർ സ്കെച്ച് ഡെവലപ്പ് ചെയ്യണം. ആരുടെ, ടോട്ടോ ചാന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഹിന്റുകൾ ആദ്യം വായിക്കാം. ടോട്ടോ ചാൻ 7-year-old girl joined Tomio school. ഓക്കെ, ഇനി അടുത്തത്, at Tomio school she was attentive and did her lessons well. Teachers from old school could not believe her changes. ഇനി അടുത്ത് നോക്കിക്കേ, she was amazing, well behaved in the train. She never bullied others, never took to unruly behavior. കുറച്ച് നല്ല ക്വാളിറ്റീസ് പറയുന്ന ടൊമോയി സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തത്.
ടൊമോയ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. ടീച്ചേഴ്സിന് പോലും വിശ്വാസമായില്ല ഈ കുട്ടി ഇങ്ങനെ എത്ര അടിപൊളിയായിട്ടാണ് മാറിയത്. ട്രെയിനിൽ ട്രിപ്പ് പോയപ്പോഴും അല്ലെ, ട്രിപ്പ് പോയ സ്ഥലത്തിന്റെ പേര് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. നമുക്കറിയാം ട്രിപ്പ് ഇന്ന ഒരു പെനിൻസുലയിലാണ് പോയതല്ലോ. അപ്പൊ അതെല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ, എന്ത് പെനിൻസുലയാണ്. യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പെല്ലിംഗ് ആണ് അതിന്റെ. സോ എല്ലാവരും അത് കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ നോക്കി അങ്ങനെ ട്രെയിനിലേക്ക് ആ ഒരു പെനിൻസുലയ്ക്ക് പോണ സമയത്തും എന്താണ് വളരെ നല്ല കുട്ടിയായിട്ട് ഇരുന്നത്. ഒരിക്കലും മറ്റുള്ള ആൾക്കാർ ഉപദ്രവിച്ചിട്ട് ബുള്ളി ചെയ്യാറോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അതിൽ പഠിച്ചു. അപ്പൊ നമുക്ക് ടോട്ടോ ചാനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ഒന്നുമില്ല, അത് തന്നെ നമ്മൾ മെർജ് ചെയ്തു എന്നുള്ളൂ. Toto Chan was a 7-year-old girl who joined Tomoe School. Okay, Tomoe School join ചെയ്ത ഒരു 7 വയസ്സുകാരിയാണ് ആര്, ടോട്ടോ ചാൻ. ഓക്കെ, അടുത്ത് നോക്കി. At Tomoe School she was attentive and did her lessons well. വളരെ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് നല്ല കുട്ടിയായിരുന്നു പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇരുന്ന് പഠിക്കുന്നുണ്ട്. She was amazingly well behaved. ഒട്ടും പ്രതീക്ഷിക്കണം, അമേസിംഗ്ലി എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് എന്താണ്, ഭയങ്കര വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ട്രെയിനിൽ. ടീച്ചേഴ്സ് ഫ്രം എ ഓൾഡ് സ്കൂൾ, വളരെ പഴയ ടീച്ചേഴ്സ്, അതായത് പണ്ടത്തെ സ്കൂളിൽ നിന്ന് വന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ പണ്ടത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്താണ്, ഭയങ്കര അവർ സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്ത്, കുഡ് നോട്ട് ബിലീവ് ഹെർ ചേഞ്ചസ്. അവളുടെ ഉള്ളിലുള്ള വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റിയില്ല. ഷി നെവർ ബുള്ളിഡ് അതേഴ്സ് ആൻഡ് നെവർ ടുക്ക് ടു അൺറൂളി ബിഹേവ്സ്. ഒരിക്കലും മറ്റുള്ള ആൾക്കാർ ഉപദ്രവിച്ചിട്ടില്ല, ബുള്ളി ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആരോടും പറഞ്ഞ് കേൾപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അതൊക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ക്യാരക്ടർ സ്കെച്ചും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഡയറിയിലോട്ടാണ്. ഡയറിയും എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പല ഡയറീസ് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ടോട്ടോ ചാന്റെ ഡയറി തന്നെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ടോട്ടോ ചാന്റെ റെഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടോ ചാൻ നെവർ ഫോർഗെറ്റ്സ് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ഓക്കെ, ഇനി മേക്ക് എൻട്രി ഇൻ ടോട്ടോ ചാൻസ് ഡയറി ഇമാജിനിങ് യുവർസെൽഫ് ആസ് ടോട്ടോ ചാൻ. നിങ്ങൾ തന്നെ ടോട്ടോ ചാൻ ആയിട്ട് വിചാരിക്കുക. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ടോട്ടോ ചാൻ എഴുതണ പോലെ എഴുതണം. അല്ലാണ്ട് നമ്മൾ പറയരുത് പാർവതി വെന്റ് ടു ദിസ് പ്ലേസ് അറ്റ് ദിസ് ടൈം. നോ, നമ്മൾ ടോട്ടോ ചാൻ ആണെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, ആ ഡയറി എഴുതാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഡയറിയിലോട്ട് പോകാം. സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക, ഡേറ്റ് എഴുതുക, ഡേ എഴുതുക. ഓക്കെ, ചില സ്കൂളുകളിൽ ഡേ അടിയിലാണ് എഴുതാറ്. അപ്പോൾ അത് അക്കോർഡിംഗ്ലി നിങ്ങൾ ചെയ്യണം കേട്ടോ. ചില സ്ഥലത്ത് ഇവിടെയാണ് ഡേ എഴുതാറ്. അപ്പോൾ സ്കൂളിൽ എന്താണോ പറയുന്നത് അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങളത് എഴുതുക. ഇനി അടുത്ത് നോക്കി, ഡിയർ ഡയറി. ചില സ്കൂളുകളിൽ ഡിയർ ഡയറി എഴുതണ്ടെന്ന് പറയുന്നത്, അപ്പോൾ എഴുതണ്ട, നിർബന്ധമൊന്നുമില്ല. ഇനി നോക്കിയാൽ അൺഫോർഗറ്റബിൾ ട്രിപ്പ്, ഒട്ടും തന്നെ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു എന്ന് പറയാണ്. ഇറ്റ് വാസ് സച്ച് എ ഹാപ്പി ടൈം, ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു സമയമായിരുന്നു. വി വെന്റ് ടു ദ ഹോട്ട് സ്പ്രിംഗ് അറ്റ് ഇസു പെനിൻസുല ഇൻ ഷിസുക്കോർ. വി ട്രാവൽഡ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. ഞങ്ങൾ ഇസു പെനിൻസുലയ്ക്ക് എങ്ങനെയാണ് പോയത്, ആദ്യം ഞങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തു, പിന്നെ ഞങ്ങൾ ഷിപ്പിൽ ട്രാവൽ ചെയ്തു എന്ന് പറയാണ്. We inspected every corner of the deck. ഡെക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിലുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ഡെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ കോർണർ വരെ ഞങ്ങൾ നോക്കി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യങ്ങൾ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി നോക്കിയെന്ന് പറയാണ്. The spa story was beautifully surrounded by hills. സ്പാ, അതായത് ഇവർ സ്പായിലാണ് അവർ സ്റ്റേ ചെയ്തപ്പോൾ അവിടെ എന്താണ്, ആ ടോയിന്റെ അപ്പുറത്തൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിൽസ് ആയിട്ട് സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. വി എൻജോയ്ഡ് എ ലോട്ട് അറ്റ് ദി ഹോട്ട് സ്പ്രിംഗ്. ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു ഹോട്ട് സ്പ്രിംഗ്. എന്നിട്ട് പറയാണ്, ഡ്യൂറിങ് നൈറ്റ്, രാത്രി എന്താണ്, വി ടുക്ക് ടേൺസ് ഇൻ ടെല്ലിംഗ് ഗോസ്റ്റ് സ്റ്റോറീസ്. അതായത് രാത്രി കിടക്കണതിന് മുമ്പ് ഞങ്ങൾ ചുറ്റും വളഞ്ഞ് ഞങ്ങൾ പ്രേതകഥ പറയുമായിരുന്നു എന്ന് പറയാണ്. The 3-day stay was a real life experience. ഈ 3 ദിവസത്തെ സ്റ്റേ വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാണ്. ആൻഡ് പറയുന്നുണ്ട്, on the last day we took a photograph as a souvenir. സൊവീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഓർമ്മകളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് എന്ത്, സൊവീനിയർ എന്ന് പറഞ്ഞാൽ. എന്താണ്, ലാസ്റ്റ് ഡേ ഞങ്ങളൊരു ഫോട്ടോഗ്രാഫ് എടുത്തു. എന്തിനു വേണ്ടിയാണ്, സോവനിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു എന്ന് പറയാണ്. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിന്റെ ജന്മത്തിൽ ഞാൻ ഈ ഒരു ഇത്രയും അതിമനോഹരമായിട്ടുള്ള സമ്മർ വെക്കേഷൻ ഞാൻ മറക്കില്ല എന്ന് പറയാണ്. ബിക്കോസ് ഇറ്റ് വാസ് ദ ബെസ്റ്റ്. ബിക്കോസ് ഇത് ഏറ്റവും അടിപൊളിയായിരുന്നു, ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു എന്ന് പറയാണ്. ഇനി നമുക്ക് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കോൺവെർസേഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമുക്ക് നോക്കാം. അമ്മയും മകളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന ടോട്ടോ ചാൻ്റെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഡയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോൺവെർസേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പൊ അമ്മനോട് ട്രിപ്പ് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഷീ ഹെസിറ്റന്റ്ലി, വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ദ ഡോട്ടർ ദെയർ ആഫ്റ്റർ. പറയുന്നത് അമ്മ ഞാൻ ട്രിപ്പ് പോയിക്കോട്ടെ എന്നിങ്ങനെ മടിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും അമ്മയും മകളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇത് കഴിഞ്ഞിട്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം.
മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്, ഞാൻ ട്രിപ്പ് പോയിക്കോട്ടെ. അപ്പൊ മദർ പറയാണ് ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ്, യു ആർ ക്വൈറ്റ് യങ് ആരന്റ് യു. അപ്പൊ ചോദിക്കുകയാണ് ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പിനെ പറ്റിയാണോ ഉദ്ദേശിക്കുന്നത്, നീ ഭയങ്കര ചെറിയ കുട്ടിയല്ലേ എന്ന് അമ്മ കൺഫേം ചെയ്ത് ചോദിക്കുകയാണ്. അപ്പൊ ടോട്ടോജൻ പറയുന്നത് യെസ് ബട്ട് ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ്, ശരിയാണ് പക്ഷെ എന്റെ എല്ലാ കൂട്ടുകാരും പോകുന്നുണ്ടാവും എന്ന് പറയണം. അപ്പൊ മദർ പറയണോ ദാറ്റ്സ് ഗ്രേറ്റ്, ഓഫ് അങ്ങനെയാണോ, അടിപൊളി, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഗോയിങ്, എത്ര കുട്ടികൾ പോകുന്നുണ്ട് ചോദിക്കണം. അപ്പൊ അമ്മ അപ്പൊ ടോട്ടോജൻ പറയുന്നത് 50 സ്റ്റുഡൻസ്, 50 കുട്ടികൾ പോകുന്നുണ്ടെന്ന് പറയാണ്. ഫ്രം ഫസ്റ്റ് ആൻഡ് 6th ഗ്രേഡ്, ഫസ്റ്റ് ഗ്രേഡിൽ നിന്നും 6th ഗ്രേഡിൽ നിന്നും ഇത്ര കുട്ടികൾ 50 കുട്ടികൾ പോകുന്നുണ്ടെന്ന് പറയാണ്. അമ്മ ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് ദ സ്റ്റേ ആഫ്റ്റർ റീച്ചിങ് ടോയ്, അപ്പൊ ടോയിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റേ, നിങ്ങൾ എവിടെയായിരിക്കും താമസിക്കുക എന്ന് അമ്മ ചോദിക്കുകയാണ്. അപ്പൊ ടോട്ടോജൻ പറയണ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഫാദർ ഹാവ് എ വെക്കേഷൻ ഹോം ദർ, ഞങ്ങളുടെ കൂട്ടിലൊരു കുട്ടിയുടെ അച്ഛൻ അവിടെ വെക്കേഷൻ ഹോം ഉണ്ട്, അപ്പൊ അവിടെയാണ് ഞങ്ങൾ ബുക്കിങ്ങും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ടോട്ടോജൻ പറയാണ്. അപ്പൊ മദർ പറയാണ് വിൽ യു ബി ഓക്കെ ഓൾ ബൈ യുവർ സെൽഫ്, നീ ഒറ്റയ്ക്ക് ഓക്കെ ആയിരിക്കില്ലേ, നിനക്ക് ഒറ്റയ്ക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. ടോട്ടോജൻ പറയാണ് ഓഫ് കോഴ്സ് മദർ, പേടിക്കേണ്ട, ഓഫ് കോഴ്സ് അമ്മേ ഞാൻ അടിപൊളിയായിട്ട് പോയിക്കോളാം, ഐ വോണ്ട് ബി അലോൺ, ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കില്ലല്ലോ എന്ന് പറയാണ്. ഇൻഫാക്ട് ഓൾ മൈ ഫ്രണ്ട്സ് വിൽ ബി ദർ, പേടിക്കേ വേണ്ട, എന്റെ എല്ലാ കൂട്ടുകാരും അവിടെ ഉണ്ടാകും എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയാണ് ഓക്കെ ഐ റിസീവ്ഡ് എ ലെറ്റർ ഫ്രം യുവർ ഹെഡ് മാസ്റ്റർ, ഓക്കെ ഞാൻ വെറുതെ ചോദിച്ചതാണ്, എന്തായാലും എനിക്കൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, എന്റെ ഹെഡ് മാസ്റ്റർ അടുത്ത് എനിക്കൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, യു ക്യാൻ ഗോ മൈ ഡിയർ, നിനക്ക് എന്തായാലും ട്രിപ്പിന് പോവാം എന്ന് പറയാണ്. അപ്പൊ ടോട്ടോജൻ പറയണേ താങ്ക് യു മദർ, താങ്ക് യു സോ മച്ച് എന്ന് പറയണം. അപ്പോൾ അമ്മ പറയാണ് എൻജോയ് യുവർ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ, എന്തായാലും നീ നിന്റെ ഏറ്റവും ആദ്യത്തെ സമ്മർ വെക്കേഷൻ നല്ലോണം എൻജോയ് ചെയ്യുക എന്ന് അമ്മ പറഞ്ഞ് നമ്മുടെ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ പോയിന്റിലേക്കും അത് എത്തിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ചിട്ട് അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എഴുതാൻ നിൽക്കരുത്. നമുക്ക് കൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോൺവെർസേഷൻ ലൈൻ ബൈ ലൈൻ എഴുതി നമുക്ക് പോകാനുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ലെറ്റർ ആണ് നമ്മൾ ഇതിനടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ലെറ്ററിലൂടെ എന്ത് ചെയ്യാം, അതിന്റെ ഫോർമാറ്റ് പഠിക്കാം. ഓക്കെ, എക്സാമ്പിൾ ലെറ്റർ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ഫോർമാറ്റ് നോക്കാം. വീണ്ടും ടോട്ടോ ചാൻ തന്റെ കൂട്ടുകാരിയായ യാസുക്കി ചാൻ എഴുതുന്ന ലെറ്റർ ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ യാസുക്കി ചാൻ തിരിച്ച് ചോദിക്കുന്ന ലെറ്റർ ചോദിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്, ടോട്ടോ ചാനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. ടോട്ടോ ചാൻ ആൻഡ് ഹർ ഫ്രണ്ട് എൻജോയ്ഡ് ദ ബാത്ത് അറ്റ് ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട്. ഷീ റോട്ട് എ ലെറ്റർ ടു ഹർ ഫ്രണ്ട് about her experience in trip. Write the likely letter, അല്ലെങ്കിൽ write the letter എന്നാണ് ചോദ്യം. അതായത് ടോട്ടോ ചാനും തന്റെ കൂട്ടുകാരായിട്ട് വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ തന്റെ വേറെ ഏതോ ഒരു സ്ഥലത്ത് താമസിക്കുന്ന കൂട്ടുകാരിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതുകയാണ്. അപ്പൊ ആ ലെറ്റർ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം കേട്ടോ. ടോട്ടോ വില്ല ടോക്കിയോ 2025. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ രണ്ടെണ്ണം എന്താണ്, സെൻഡേഴ്സ് അഡ്രസ് ആണ്. സെൻഡേഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയക്കുന്ന ആളുടെ അഡ്രസ് ആണ് ആദ്യത്തത്. രണ്ടാമത്തതാണ് ഡേറ്റ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ആദ്യം ഇപ്പൊ നമ്മൾ എന്ത് എഴുതണം, സെൻഡേഴ്സ് അഡ്രസ് എഴുതണം. രണ്ടാമത്തെ നമ്മൾ ഡേറ്റ് എഴുതണം. ഇതിനടുത്ത് നോക്കി ഡിയർ യൂമി എന്നാണ് ഇവിടെ ഫ്രണ്ടിന്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്ക് ഇവിടെ എന്താണ്, സാല്യൂട്ടേഷൻ ആണ്. സാല്യൂട്ടേഷൻ, അതായത് തുടക്കത്തിൽ തന്നെ നമ്മൾ ഡിയർ ഫ്രണ്ട്, ഡിയർ യൂമി, പേര് കൊടുത്തില്ല, ഡിയർ യാസുക്കി ചാൻ, ഡിയർ ഹരി. സോ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിയർ വെച്ചിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത് നോക്കിക്കേ, ഐ ഹോപ്പ് യു ആർ വെൽ, ഐ വോണ്ട് ടു ടെൽ യു സംതിങ് അബൌട്ട് മൈ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് അറ്റ് ടോയ് സ്പാ വിത്ത് മൈ ഫ്രണ്ട്സ്. തുടക്കത്തിൽ തന്നെ നമ്മൾ ചാടിക്കേറി ഞാൻ ടോയ് സ്പായിൽ പോയിട്ടോ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങരുത്. അതിന് പകരം നമ്മൾ കുറച്ച് ചോദിക്കണം, സുഖല്ലേ, എനിക്കിവിടെ സുഖമാണ്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയാണ് ലെറ്റർ എഴുതുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പോകേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ലൈൻ കൊടുക്കാം. സോ ആദ്യത്തെ ഈ ഒരു ലൈനിനെ നമ്മൾ പറയാണ് ഇൻട്രൊഡക്ഷൻ ലൈൻ. സോ അവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയാൻ, നിങ്ങൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ആവട്ടെ, ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയാണ്, ഡിയർ യൂമി ഞാൻ ട്രാവൽ ചെയ്ത്, അതുപോലെ തന്നെ ട്രിപ്പിൽ ട്രാവൽ ചെയ്തു, ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് ഞാൻ ചൊമോയ് സ്കൂൾ എല്ലാവരായിട്ടാണ് പോയത്, ഫസ്റ്റ് ഗ്രേഡ് 6th ഗ്രേഡിലുള്ള കുട്ടികളുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ് വീട്ടിൽ രസം ഉണ്ടാവില്ല. പായുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഐ ഹോപ്പ് യു ആർ വെൽ, നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് മൈ ട്രിപ്പ്, എനിക്ക് എൻ്റെ ട്രിപ്പിനെ പറ്റി നിന്നോട് പറയാനുണ്ട്, ഞാൻ ഹോട്ട് സ്പ്രിംഗിൽ പോയി എൻ്റെ കൂട്ടുകാരുടെ കൂടെ, എനിക്ക് ആ ട്രിപ്പിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെന്ന് പറയാണ്. ഇനിയാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. വി ട്രാവൽഡ് ബൈ ട്രെയിൻ, ഞങ്ങൾ ട്രെയിൻ വഴിയാണ് ട്രാവൽ ചെയ്തത്, ഷിപ്പ് വഴിയും പോയിരുന്നു, എൻജോയ്ഡ് ദ ജേർണി, വളരെയധികം ഞങ്ങൾ ആസ്വദിച്ചു എന്ന് പറയാണ്.
ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രിപ്പ് വാസ് ബാത്തിങ് ഇൻ ദ ഹോട്ട് സ്പ്രിംഗ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഹോട്ട് സ്പ്രിംഗിൽ കുളിക്കുക. ആ ഹോട്ട് സ്പ്രിംഗ് എവിടെയാണ്? കടലിലാണ് ആ ഹോട്ട് സ്പ്രിംഗ് ഉള്ളത്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, കടലും ഈ ഹോട്ട് സ്പ്രിംഗും കണക്ട് ആണ്. പക്ഷെ ആ കടലിന്റെ ഒരു ഭാഗത്തായിട്ട് മാത്രം എന്താണ്, ചൂട് വെള്ളം മാത്രമാണ് വരുന്നത്. അപ്പോൾ ആ ഹോട്ട് സ്പ്രിംഗിൽ പോയി കുളിച്ചതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാസ് വെരി അൺയൂഷ്വൽ ആൻഡ് ഫെൽ ലൈക്ക് സിറ്റിംഗ് ഇൻ എ വാം ബാത്ത്. ഓക്കെ, ഭയങ്കര അൺയൂഷ്വൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് വെള്ളത്തിൽ കുളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. വി എൻജോയ് ഇറ്റ് എ ലോട്ട്. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം, ഇതുവരെയാണ് കണ്ടന്റ് വരുന്നത് കേട്ടോ, മെയിൻ കണ്ടന്റ്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ 2 ലൈൻ നോക്കി, മെയിൻ കണ്ടന്റ് വരുന്നത് ഇവിടം വരെയാണ്. നോക്കി, we also told ghost stories at night and had great fun. ഓക്കെ, ഞങ്ങൾ രാത്രി കുറെ പ്രേതകഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കളിച്ചു ചിരിച്ചു എന്ന് പറയാണ്. ബിഫോർ റിട്ടേൺ, തിരിച്ചു വരുന്നതിന് മുമ്പ് അവർ ഹെഡ് മാസ്റ്റർ, ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തിട്ട് ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ്, തിരിച്ചൊരു വരുന്നതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ് എടുത്തു. ഇറ്റ് ബിക്കെയിം എ ലവ്ലി മെമ്മറി ഫോർ ഓൾ ഓഫ് us. വളരെ നല്ലൊരു മെമ്മറി ആയിട്ട് അത് മാറി. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ട്രിപ്പ്. ഞാൻ ഒരിക്കലും ഈ ഒരു ട്രിപ്പ് മറക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലെറ്റർ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു എന്താണ്, ഇത് മെയിൻ കണ്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതും നെക്സ്റ്റ് ഇത് മെയിൻ കണ്ടന്റ് ആണെന്ന് പറഞ്ഞു. അടിയിലത്തെ ലൈൻ, അതായത് ഇറ്റ് ബിക്കം എ മെമ്മറി, ഗുഡ് മെമ്മറി ഫോർ ഓൾ ഓഫ് us എന്ന് പറയുന്ന ഈ ഒരു കാര്യം, ഇതും ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ട്രിപ്പ് എന്നുള്ളത് എന്തായി, കൺക്ലൂഷൻ ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, give my regards to your family members. എഴുതാം, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും അവസാനം നമ്മൾ ടോട്ടോ ചാൻ എഴുതുക. അതിന് മുമ്പ് എഴുതണം yours lovingly ടോട്ടോ ചാൻ. സ്നേഹപൂർവ്വം ടോട്ടോ ചാൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് അതവിടെ വരുന്നത്. അപ്പൊ ഓക്കെ അല്ലേ, ലെറ്റർ ക്ലിയർ അല്ലേ? ലെറ്റർ ഇത്രേ ഉള്ളൂ. ആ ഫോർമാറ്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സെന്റേഴ്സ്, അഡ്രസ് നോക്കുക, ഡേറ്റ് നോക്കുക, സാല്യൂട്ടേഷൻ നോക്കുക, ഇൻട്രൊഡക്ഷൻ 2 ലൈൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ചെറിയ പാരഗ്രാഫ് നമുക്ക് മെയിൻ കണ്ടന്റ് ആയിട്ട് കൊടുക്കാം. അതായത് അതിൽ ടോട്ടോജൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് ആ ഒരു പെനിൻസുലയിൽ പോയിട്ട് ഇവർ ചെയ്തത്, അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഏറ്റവും അടിയിൽ നമ്മൾ ഒരിക്കലും മറക്കാതെ ട്രിപ്പ് അച്ഛനോട് അമ്മനോട് എൻ്റെ അന്വേഷണം പറയുക എന്ന് പറയുന്ന 2 ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, yours lovingly ടോട്ടോ ചാൻ എന്ന് പറഞ്ഞ നമ്മുടെ കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കാം. സെറ്റ് അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കിയുള്ള ചിന്തകൾ, തോട്ട്സ് എന്തൊക്കെയായിരിക്കും? ചിന്തകൾ, ഇതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ടോട്ടോ ചാൻ വാസ് എക്സൈറ്റഡ് ഓൺ ദ ഈവ് ഓഫ് ദ ടൂർ. അതെ, ടൂറിന് തലേ ദിവസം എന്താണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ടൂർ വേണം സ്കൂളിൽ നിന്ന്, നമുക്ക് ഭയങ്കര ഉള്ളിൽ ഓഫ് നാളെ സ്കൂളിൽ ടൂർ വേണം, 2-3 ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അത് കഴിക്കണം, ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കണം, കൊക്കക്കോള കുടിക്കണം, ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണം. പുറത്ത് നമുക്ക് കുറേ ചിന്തകളുണ്ട്. അമ്മ കാശ് തന്നിട്ടുണ്ട്, അച്ഛൻ കാശ് തന്നിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിരിക്കും. സോ അതുപോലെ ടോട്ടോ ചാനും എന്തായിരുന്നു, എക്സൈറ്റഡ്. 7 വയസ്സായിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഷീ കുഡന്റ് സ്ലീപ്, ഉറങ്ങാൻ പറ്റിയില്ല. what would have been her thoughts and feelings? ഉള്ളിലുള്ള ചിന്തകളും ഫീലിങ്സ് ഒക്കെ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം ടോട്ടോ ചാൻസ് തോട്ട്സ്, ടോട്ടോ ചാന്റെ ചിന്തകൾ. ഓക്കെ, താങ്ക്സ് മോം, യു ആർ സച്ച് എ ലവ്ലി മോം ടു സെൻഡ് മീ ഫോർ ദ ട്രിപ്പ്. അമ്മനോട് നന്ദി പറയാനുള്ളല്ലോ, അമ്മ നന്ദി, ഇത്രയും നല്ലൊരു ട്രിപ്പിന് എന്നെ വിട്ടല്ലോ എന്ന് പറയാണ്. How exciting it will be to travel with my friends by train and ship. ഉള്ളിൽ വിചാരിക്കുന്നത്, ദൈവമേ, ഫ്രണ്ട്സിന്റെ കൂടെ ട്രെയിനിലും ഷിപ്പിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എത്ര അടിപൊളിയായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. What will the sea look like? ആ കടൽ എങ്ങനെയായിരിക്കും കാണാൻ? Will I feel scared or happy? അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം വരുമോ, ഞാൻ പേടിക്കോ? ചിന്തിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. I wonder what special food my friends will bring to share. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചിപ്സിന്റെ കാര്യമല്ലേ. സോ എന്റെ ഫ്രണ്ട്സ് എന്തൊക്കെ നല്ല ഫുഡുകളായിരിക്കും ഷെയർ ചെയ്യാൻ കൊണ്ടുവരുന്നത്. Will the hot spring in the sea really feel like a warm bath? ശരിക്കും ഹോട്ട് സ്പ്രിങ്ങിന് ചൂടുണ്ടാവോ? ഇതൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്. ഐ ഹോപ്പ് ടുമോറോ കം സൂൺ. നാളെ ഒന്ന് പെട്ടെന്ന് ആയാൽ മതി. ഐ കാൺ വെയിറ്റ് ഫോർ ദ ട്രിപ്പ് ടു ബിഗിൻ. എനിക്ക് ആ ട്രിപ്പ് തുടങ്ങുന്നത് വരെ കാത്തിരിക്കാൻ വയ്യ, നാളെ ഒന്ന് എത്രയും പെട്ടെന്ന് ആയാൽ മതി എന്ന് പറയാണ്. ഓക്കെ, സോ അതെന്താണ്, ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ആ കുട്ടിയുടെ എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അവിടെ കാണാൻ പറ്റുക. സോ ചിന്തകൾ, ടോട്ടോ ചാന്റെ തോട്ട്സ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്, ടോട്ടോ ചാൻ ഈ ട്രിപ്പിന് തലേ ദിവസം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യവും ടോട്ടോ ചാൻ ചിന്തിക്കുന്ന കാര്യവും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ ആകെ ചിന്തിക്കുന്ന എന്താണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബസ്സിൽ എങ്ങനെ പോകും. പക്ഷെ ഇവിടെ എന്താണ്, ട്രെയിനും ഉണ്ട്, ഷിപ്പും ഉണ്ട്. സോ ആ ഒരു ചേഞ്ചസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വരുത്തിയാൽ മതി. ഇനി അടുത്തതാണ് എഡിറ്റിംഗ്. ഓക്കെ, കഴിഞ്ഞു, ചെറിയൊരു പോർഷൻ ആയിരുന്നു. ഇനി എഡിറ്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എഡിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് നോക്കണം. എഡിറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് നോക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പങ്ക്ച്വേഷൻ മാർക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ഓക്കെ, വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ്. ഇത്ര ഒരു അൺഫോർഗറ്റബിൾ ഡേ ആയിരുന്നു എന്ന് പറയുന്നത്.
രഞ്ജിയുടെ ഡയറിയിൽ വരുന്ന എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഐ സ്കോർ 75 runs in the match yesterday. ഞാൻ ഇന്നലെ 75 റൺസ് എടുത്തു ഇന്നലത്തെ മാച്ചിൽ. ഐ സ്കോർ. നൗ ഐ ക്യാൻ പ്ലേ ഫോർ എനി ബാറ്റ്. ഇനി ഞാൻ ഏതൊരു ബാറ്റ് വെച്ച് എനിക്ക് കളിക്കാം. കോൺഫിഡൻസ്. കോൺഫിഡൻസ് is the most important than the bat. Inspiring words of Mr. Kumar me helped a lot. അപ്പൊ നമുക്കിത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് എന്താണ്, ഇതിൽ എന്തൊക്കെയൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് രഞ്ജി കഴിഞ്ഞു പോയ ദിവസം, അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യം എഴുതുന്ന ഡയറിയാണ് അല്ലെ. ഓൾറെഡി അതായത് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാറ്റും പിടിച്ചുകൊണ്ടായിരിക്കില്ല ഈ ഡയറി എഴുതുന്നത് നമ്മുടെ രഞ്ജി. രഞ്ജി എന്ത് ചെയ്യും? രഞ്ജി കഴിഞ്ഞു പോയ ഒരു കാര്യം വന്നിട്ട് വീട്ടിൽ വന്നിരുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ അന്ന് രാത്രി അല്ല അന്ന് വൈകുന്നേരം നടന്നൊരു മാച്ച് ആയിരിക്കും. തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് തൻ്റെ എക്സ്പീരിയൻസ് ഡയറിയിൽ എഴുതി കുറിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഐ സ്കോർ 75 runs in the match yesterday. അത് തെറ്റാണ്. ഞാൻ സ്കോർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ബിക്കോസ് അത് കഴിഞ്ഞു പോയി. 75 സ്കോർ അല്ല 75 റൺസ് എടുത്തത് കഴിഞ്ഞു പോയ മാച്ചിലാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഐ സ്കോർഡ് 75 runs in the match yesterday. നോക്കിക്കേ, സ്കോർഡ്. ഇതിനടുത്ത് നോക്കിക്കേ. ഇനി നൗ ഐ ക്യാൻ പ്ലേ ഫോർ എനി ബാറ്റ്. നൗ ഐ ക്യാൻ പ്ലേ ഫോർ അല്ല അവിടെ വരാ. നൗ ഐ ക്യാൻ പ്ലേ വിത്ത് വരുള്ളൂ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇനി എനിക്ക് ഏത് ബാറ്റിന് വേണ്ടിയും കളിക്കാം. അതെറ്റല്ലേ? നമുക്ക് ഇനി എനിക്ക് ഏത്, ഫോർ എക്സാമ്പിൾ ഇത് ബാറ്റാണ്, പിന്നെ ബാറ്റിനോട് എനിക്ക് ഇനി ഏത് ബാറ്റിന് വേണ്ടിയും കളിക്കാം. തെറ്റാണത്. ഓക്കെ, എനിക്കിനി ഏത് ബാറ്റ് വെച്ച് കളിക്കാം. വിത്ത് എനി ബാറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഫോർ വരില്ല, അവിടെ വിത്താണ് വരുന്നത്. ഫോർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി, വിത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ. അപ്പൊ മനസ്സിലായില്ല? വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി നോക്കിയേ. കോൺഫിഡൻസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ബാറ്റ്. കോൺഫിഡൻസ് ആയിരിക്കില്ല, കോൺഫിഡൻസ് ആണ്. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ എന്തിപ്പോ തെറ്റ്, നല്ല രസമുണ്ടല്ലോ കാണാൻ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറിക്കിടക്കും. അതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കോൺഫിഡൻസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ബാറ്റ്. ഓക്കെ, കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാണ്. അപ്പൊ ഇതിന്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും വരാൻ നോക്കിക്കേ. കോൺഫിഡൻസ്. കോൺഫിഡൻസ്. ഓക്കെ, യെസ്, കോൺഫിഡൻസ്. ഇനി അടുത്ത് നോക്കിക്കേ. യെസ്, ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ. അങ്ങനെയല്ല, ഇൻസ്പയറിംഗ്. നോക്കി, ക്യാപിറ്റൽ ലെറ്റർ വരണം. ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ തന്നെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ തെറ്റുണ്ട്. ശ്രദ്ധിച്ചു നോക്കി. ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ലെറ്ററിന്റെ തുടക്കത്തിൽ എന്ത് വേണം? ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം. സോ അതാണ് അവിടെ ആകെയുള്ള ഒരു തെറ്റ്. ഇൻസ്പയറിംഗ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ വേണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കണം. പിന്നെ അടുത്ത് നോക്കേണ്ട എന്താണ്? യെസ്, ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ ആണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നോക്കേണ്ടത്. നമുക്കറിയാം ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത വരുന്ന വാക്ക് എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്ററിലൂടെയാണ് തുടങ്ങുന്നത്. സോ അതാണ് അവിടുത്തെ തെറ്റ്. ഇനി അടുത്തത് വേർഡ്സ് ഓഫ് ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ മീ ഹെൽപ്ഡ് എ ലോട്ട്. ഹെൽപ്ഡ് മീ എ ലോട്ട്. സോ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടും. ഓക്കെ, അത് നമ്മൾ തിരിച്ചിട്ടാൽ മതി. ഹെൽപ്ഡ് മീ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് എന്താണ്? ടെൻസ് ഫോം ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റിലത്തെ കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ നമ്മൾ ഇ ചേർക്കണം. കൂടുതലും ഇ ആയിരിക്കും ഉണ്ടാവുക. പാസ്റ്റ് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കഴിച്ചു, ഈറ്റഡ് എന്ന് പറയൂലേ, നമ്മൾ അവിടെ ഈറ്റ് എന്നേ പറയുള്ളൂ. ഇനി പ്രപ്പോസ് നമ്മൾ പഠിച്ചിരുന്നു, ഇൻ, ഓൺ, അറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതിന്റെ കൂടെ വിത്ത് ഉണ്ട്. വിത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ പറയണം. എനിക്ക് ഏത് ബാറ്റിന്റെ കൂടെയും കളിക്കാം ഇനി. ഓക്കെ, പക്ഷെ ഏത് ബാറ്റിന് വേണ്ടിയും കളിക്കാമെന്ന് പറയരുത്. ഏത് ബാറ്റിന്റെ കൂടെ എനിക്ക് കളിക്കാമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ. കോൺഫിഡൻസിന്റെ സ്പെല്ലിംഗ് ആണ് അവിടെ മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടാകും, ശ്രദ്ധിച്ചു നോക്കണം. പിന്നെ ഇൻസ്പയറിംഗ്, നമ്മൾക്കറിയാം ഇൻസ്പയറിംഗ് കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഐ ക്യാപിറ്റൽ ആയിപ്പോയി, അതുകൊണ്ട് തെറ്റാണ്. അപ്പൊ എന്താണ്? ഇൻസ്പയറിംഗ് നമ്മൾ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ വേണ്ടി. അവസാനം നോക്കിയ വേർഡ് ഓർഡർ, ഞാൻ പറഞ്ഞു വേർഡ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേക്കാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ച് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ വരിക? ഹെൽപ്ഡ് മീ.
എന്നെ സഹായിച്ചു എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ അത് മാത്രം മതി. നിങ്ങൾ ഭയങ്കര ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ തെറ്റുകളും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകും. ഓക്കെ, തെറ്റുകൾ മനസ്സിലാക്കാണ്ടിരിക്കരുത്. ടെൻസ് ഫോം ഉണ്ടാകും, പ്രിപ്പോസിഷൻ ഉണ്ടാകും, സ്പെല്ലിംഗ് എറർ ഉണ്ടാകും, ക്യാപിറ്റലൈസേഷൻ ഉണ്ടാകും, വേർഡ് ഓർഡർ ഉണ്ടാകും. ഇതൊക്കെ ആയിരിക്കും നമുക്ക് പോസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന മിസ്റ്റേക്കുകൾ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതോടെ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് നമ്മൾ നോക്കണം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് നോക്കിക്കേ. ഇതൊരു ഇമെയിൽ ആണ്, മൊബൈൽ ഫോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ ആണ്. ഐ ബൈ എ മൊബൈൽ ഫോൺ ഓൺ യുവർ കമ്പനി ലാസ്റ്റ് മന്ത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കട്ടെ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ പാസ്റ്റ് ഫോം കൊണ്ടുവരണം. അല്ലാണ്ട് ഞാനൊരു മൊബൈൽ വാങ്ങിച്ചൂട്ടാ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞാനൊരു മൊബൈൽ വാങ്ങിച്ചിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടി. ഓക്കെ, അത് നമുക്ക് നോക്കാം. ബട്ട് ഇറ്റ് വർക്കിംഗ് സ്റ്റോപ്ഡ്. അതിലെന്തോ പ്രശ്നമുണ്ട്. പ്ലീസ് ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം. ആ പ്രശ്നം ഒന്ന് നോക്കുക. The copies of necessary documents are attached. ഇതിനാവശ്യമുള്ള നെസസറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും കോപ്പികളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിഗാർഡ്സ്. അന്ന് റിഗാർഡ്സ് പറയാണ് അമ്മയാ, അതിലൊരു തെറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി ഓരോ കാര്യങ്ങളും കറക്റ്റ് ചെയ്താലോ? ഐ ബൈ എ മൊബൈൽ ഫോൺ അല്ല, ഐ ബോട്ട് എ മൊബൈൽ ഫോൺ ആണ്. ഓക്കെ, ഐ ബോട്ട് എ മൊബൈൽ ഫോൺ. നോക്കിക്കേ, ഐ ബോട്ട് എ മൊബൈൽ ഫോൺ. നോക്കിയേ, നിങ്ങളുടെ കമ്പനിയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു ഫോണാണ് ഞാൻ വാങ്ങിച്ചതാണോ? അല്ല. നോക്കിയേ, ഐ ബോട്ട് എ മൊബൈൽ ഫോൺ ഓൺ യുവർ കമ്പനി. നിങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും മുകളിൽ ഇരുന്ന ഒരു മൊബൈൽ ഫോൺ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നോ, ഐ ബോട്ട് എ മൊബൈൽ ഫ്രം യുവർ കമ്പനി. നിങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു മൊബൈലാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ വാങ്ങിച്ചത് എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് വർക്കിംഗ് സ്റ്റോപ്ഡ്. എന്താണ് അവിടെ കറക്റ്റ് വരാം? നമ്മൾ ഇപ്പുറത്ത് നമ്മൾ നോക്കിയതുപോലെ മീ ഹെൽപ്ഡ് എന്തായിരുന്നു അവിടെ വന്നത്? വേർഡ് എറർ ആണ് വന്നത്. വേർഡ് ഓർഡറിലാണ് അവിടെ പ്രശ്നം വന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, അത് തന്നെയാണ് ഇവിടെയും വരിക. നോക്കിക്കേ, യെസ്, ബട്ട് ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. തിരിച്ചിട്ടാ മതി. നോക്കിയേ, ബട്ട് ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. അത് വർക്ക് ആവൽ നിന്നു എന്ന് പറയാണ്. ഇനി നോക്കിയേ, പ്ലീസ് ലുക്ക് ഇൻ ടു ദി പ്രോബ്ലം. പ്രശ്നങ്ങൾ ഒന്ന് നോക്കുക. The copies of necessary documents. The copies. അപ്പൊ അവിടെ തെറ്റൊന്നുമില്ല. അത് കറക്റ്റ്. The copies. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കേ. The എന്താണ്? ക്യാപിറ്റൽ ആവണം. പക്ഷെ ഇവിടെ എന്താണ്? സ്മോൾ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം the. Okay, the copies of necessary. തെറ്റൊന്നുമില്ല. അതറിയാണ്ട് അവിടെ ഡാഷ് ഇട്ട് പോയതാണ്. The copies of the necessary actions. Okay, the copy of the necessary documents are attached. Okay, so അതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഏതൊരു പോയിന്റ് ആയാലും, അതായത് അതിപ്പോൾ എന്ത് വേണമെങ്കിലും ആകട്ടെ, ഒരു ചെറിയ കാര്യമാകട്ടെ, അതുപോലെ തന്നെ എന്തെങ്കിലും, അത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെന്താ, ഇതിൽ തെറ്റൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണാവോ നമുക്ക് തന്നിരിക്കണേന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, അതുപോലെ തന്നെ എന്താണ് ബൈ, അതെന്താണ് പാസ്റ്റ് നടന്ന കാര്യമാണോ അതോ പ്രസന്റിൽ നടക്കുന്ന കാര്യമാണോ. സോ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മൾ ക്യാപിറ്റൽ ആക്കി. ദ കോപ്പീസ് ഓഫ് നെസസറി. വായിക്കുമ്പോൾ നെസസറി ആണ്, പക്ഷെ എന്താണ്, അത് അത്ര നെസസറി അല്ല. അതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, വേറൊന്നുമല്ല. NECESSARY. ഇതാണ് നെസസറിയുടെ സ്പെല്ലിങ്. ഓക്കെ, സോ പൊതുവേ നമ്മൾ എന്ത് ചെയ്യും? അറിയാണ്ട് നമുക്ക് തെറ്റ് സംഭവിച്ചു പോകും. ആൻഡ് ദാറ്റ് ഇസ് റോങ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് ആ ഒരു സ്പെല്ലിങ്ങും അവിടെ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് കറക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കുക, രണ്ടാമത്തെ നോക്കുക ക്യാപിറ്റലൈസേഷൻ, മൂന്നാമത്തെ നോക്കുക വേർഡ് ഓർഡർ, നാലാമത്തത് പ്രപ്പോസിഷൻ, അഞ്ചാമത്തതാണ് നമ്മുടെ ഈ ഒരു ടെൻസിന്റെ ഫോമിൽ മാറ്റം വരിക എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഫ്രം ദ ബിഗിനിങ് തുടങ്ങി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോട്ടോചാന്റെ ചാപ്റ്റർ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ബിക്കോസ് അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചാൻസ്. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, യെസ്, നമുക്കറിയാം ഡയറി ചോദിക്കാം, ലെറ്റർ ചോദിക്കാം, തോട്ട്സ് ചോദിക്കാം,
ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. 4 കാര്യം നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്ത് പഠിച്ചു. ഈ 4 കാര്യവും പഠിച്ചപ്പോൾ നമ്മൾ ഡയറിയുടെ ഫോർമാറ്റ് നോക്കി, ലെറ്ററിന്റെ ഫോർമാറ്റ് നോക്കി. തോട്ട്സ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മൈൻഡിൽ വരുന്ന ചിന്തകൾ നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, എടുത്ത് എഴുതിയാൽ മതി. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രഞ്ജിയുടെ ചാപ്റ്ററിൽ നമ്മൾ രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ചും മിസ്റ്റർ കുമാറിന്റെ ക്യാരക്ടർ സ്കെച്ചും പഠിച്ചു. അപ്പൊ നമുക്ക് കഥ അറിയാം, രഞ്ജി എന്തായിരുന്നു, നല്ലൊരു കളിക്കാരനായിരുന്നു. പക്ഷേ രഞ്ജിക്ക് എന്തോ തോറ്റ കാരണം ഒരു കോൺഫിഡൻസ് ലോസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രഞ്ജി എന്ത് ചെയ്യുന്നു, ഭയങ്കര ബുദ്ധിമുട്ട് സങ്കടത്തോടു കൂടി മിസ്റ്റർ കുമാറിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു മാജിക് ബാറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാജിക് ബാറ്റ് ആണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷേ രഞ്ജിയുടെ ഉള്ളിൽ എന്താണ്, ഇത് മാജിക് ബാറ്റ് ആണ്, ഇത് വെച്ചടിച്ചാൽ എന്തായാലും 6 അടിക്കും എന്നുള്ളൊരു മൈൻഡാണ് ആർക്ക്, നമ്മുടെ രഞ്ജിക്ക്. പക്ഷേ മിസ്റ്റർ കുമാറിന് അറിയാം ഇത് വെറുതെ പണ്ടത്തെ ഒരു ബാറ്റാണ് കൊണ്ട് കൊടുത്തതല്ലേ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, യെസ് ഇത് വെച്ച് കളിച്ചാൽ തകർക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഓക്കെ, സോ അങ്ങനെ ഒരു ദിവസം തന്റെ കൂട്ടുകാരനെ സഹായിക്കുന്നതിന്റെ ഇടയിൽ അറിയാണ്ട് ബാഗ് മിസ്പ്ലേസ് ആകുന്നുണ്ട്, ബാറ്റ് കാണാണ്ടാകുന്നുണ്ട്. പിന്നെയും കോൺഫിഡൻസ് പോയി. അപ്പോൾ മിസ്റ്റർ കുമാറിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തന്ന മാജിക് ബാറ്റ് പോയി, ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ മിസ്റ്റർ കുമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്, മാജിക് ബാറ്റിനല്ല മാജിക് വേണ്ടത്, പക്ഷെ കളിക്കുന്ന ബാറ്റ്സ്മാൻ ആണ് ആ മാജിക് വേണ്ടത്. കളിക്കാരന്റെ മാജിക് ആണ് എന്ത് ചെയ്യുന്ന ആ ബാറ്റിലോട്ട് മാജിക് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ നമ്മളൊരു പാരഗ്രാഫ് പഠിച്ചൂല്ലേ ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയുള്ളത്. സോ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് എന്തായാലും നിങ്ങൾ നല്ലോണം തന്നെ വായിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.